യുദ്ധക്കളത്തിൽ ശത്രുവിനെ തോൽപ്പിക്കാൻ പല വഴികളുമുണ്ട്. എന്നാൽ ശത്രുവിന്റെ അതേ ആയുധം മോഷ്ടിച്ച് അതിനെ പരിഷ്കരിച്ച് ശത്രുവിന് നേരെ തന്നെ പ്രയോഗിക്കുന്നത് എങ്ങനെയിരിക്കും? പശ്ചിമേഷ്യയിൽ ഇപ്പോൾ അമേരിക്ക നടപ്പിലാക്കുന്നത് ഇത്തരമൊരു മാരക പദ്ധതിയാണ്. ലോകം ഭയക്കുന്ന ഇറാന്റെ ഷാഹദ് 136 ചാവർ ഡ്രോണുകളെ അമേരിക്ക പിടിച്ചെടുത്ത് അവയെ അടിമുടി പരിഷ്കരിച്ച് ടാസ്ക് ഫോഴ്സ് സ്കോർപിയോൺ എന്ന പേരിൽ ഇറാനെതിരെ തന്നെ വിക്ഷേപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ ഡ്രോണുകൾ എടുത്തു, അവയെ മികച്ചതാക്കി, ഇപ്പോൾ അവ നിങ്ങളെ തന്നെ ലക്ഷ്യം വെക്കുന്നുവെന്ന സെൻട്രൽ കമാൻഡ് അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെ വാക്കുകൾ ഇറാനെ തന്നെ അല്പം ഭയപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ അഭിമാനമായിരുന്ന ഡ്രോൺ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് അമേരിക്ക സ്വന്തമാക്കിയത്? എന്താണ് ഈ പറക്കുന്ന ബോംബുകളുടെ പ്രത്യേകത? നമുക്കൊന്ന് പരിശോധിക്കാം. ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്ക് അനുമതി നൽകിയതോടെയാണ് പെന്റഗണിന്റെ ഈ ആദ്യത്തെ കാമിക്കേഴ്സ് ഡ്രോൺ യൂണിറ്റ് സജീവമായത്. ഒരു ലക്ഷ്യത്തിന് മുകളിലൂടെ കുറച്ചുനേരം വട്ടമിട്ട് പറന്ന ശേഷം കൃത്യമായ നിമിഷത്തിൽ പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന വൺ വേ സ്ട്രൈക്ക് ഡ്രോണുകളാണിവ. ഒരു പരീക്ഷണാത്മക US ആർമി യൂണിറ്റിൽ നിന്നാണ് ഇവ പരിണമിച്ചത്. വർഷങ്ങളായി യുക്രൈനിൽ റഷ്യയും മറ്റ് പ്രോക്സികളും ഇറാന്റെ ഷാഹദ് 136 ഡ്രോണുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അമേരിക്ക നിരീക്ഷിച്ചു വരികയായിരുന്നു. ആ സാങ്കേതിക വിദ്യ പകർത്തുകയും റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ അതിനെ മെച്ചപ്പെടുത്തി തങ്ങളുടെ ആദ്യത്തെ ചാവർ ഡ്രോൺ യൂണിറ്റ് അമേരിക്ക പടുത്തുയർത്തുകയും ചെയ്തു. ഡിസംബർ പകുതിയോടെ പേർഷ്യൻ ഗൾഫിലെ USS സാന്താ ബാർബറയിൽ നിന്ന് ഈ ഡ്രോണുകൾ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. നിലവിൽ ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന US നാവിക വ്യൂഹത്തിന്റെ ഭാഗമാണ് ഈ യുദ്ധക്കപ്പൽ. ഇറാന്റെ ഷാഹദ് ഡ്രോണുകൾ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഇവയെ ആത്മഹത്യാ ഡ്രോണുകൾ അല്ലെങ്കിൽ സൂയിസൈഡ് ഡ്രോൺസ് എന്നും വിശേഷിപ്പിക്കാം. ലൂക്കാസ് എന്ന അത്യാധുനിക വൺ വേ ആക്രമണ സംവിധാനവുമായി ചേർന്നാണ് ടാസ്ക് ഫോഴ്സ് സ്കോർപിയോൺ പ്രവർത്തിക്കുന്നത്. ഇവ സ്വയം ഭരണാധികാരത്തോടെ അഥവാ ഓട്ടോണമസ് ആയി പ്രവർത്തിക്കാനും വിപുലമായ ശ്രേണിയിൽ ശത്രുവിനെ വേട്ടയാടാനും പ്രാപ്തമാണ്. ഈ ഡ്രോണുകൾ വിന്യസിക്കുന്നതിലൂടെ ടെഹ്റാനിലേക്ക് പെന്റഗൺ ഒരു വ്യക്തമായ സന്ദേശം കൂടിയാണ് അയക്കുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ അമേരിക്ക വൈദഗ്ധ്യം നേടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇറാന്റെ പക്കലുള്ളതിനേക്കാൾ മികച്ച രീതിയിൽ അവ പ്രയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുമുള്ള മുന്നറിയിപ്പാണത്. ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ അന്ധമാക്കുക, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർക്കുക, തുടർന്ന് അമേരിക്കയുടെ വമ്പൻ ബോംബർ വിമാനങ്ങൾക്ക് സുരക്ഷിതമായി കടന്നു ചെല്ലാൻ വഴിയൊരുക്കുക എന്നിവയാണ് സ്കോർപിയോൺ ഡ്രോണുകളുടെ പ്രധാന ലക്ഷ്യം. വലിയ ആക്രമണങ്ങൾക്ക് മുമ്പ് വില കൂടിയ സ്റ്റെൽത്ത് വിമാനങ്ങളെയും പൈലറ്റുമാരെയും സുരക്ഷിതമായി നിർത്താൻ ഈ കൊച്ചു ഡ്രോണുകൾ അമേരിക്കയെ സഹായിക്കുന്നുണ്ട്. സങ്കീർണമായ റീപ്പർ ഡ്രോണുകളെ പോലെയല്ല ഇവയുടെ പ്രവർത്തനം. റീപ്പർ ഡ്രോണുകൾക്ക് വിപുലമായ ഉപഗ്രഹ ബന്ധങ്ങളും വലിയ റൺവേകളും ആവശ്യമാണെങ്കിൽ ടാസ്ക് ഫോഴ്സ് സ്കോർപിയോൺ ഡ്രോണുകൾ ഒരു ട്രക്കിന്റെ പിന്നിൽ നിന്ന് പോലും വിക്ഷേപിക്കാൻ കഴിയും. ഒരു യൂണിറ്റിന് കേവലം $35,000 മാത്രമാണ് ചിലവ്. 18 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഇവ പറക്കുന്ന ബോംബുകളായി മാറി ശത്രുവിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ചാരമാക്കുന്നു. അമേരിക്കൻ സൈനികർക്ക് യാതൊരു അപകട സാധ്യതയുമില്ലാതെ ഉയർന്ന ആഘാതമുണ്ടാക്കുന്ന ആക്രമണങ്ങൾ ഇതിലൂടെ നടത്താനും സാധിക്കുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ അതിർത്തിക്കുള്ളിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് ഈ സ്കോർപിയോൺ ഡ്രോണുകളായിരിക്കും. സൈനിക ആക്രമണത്തിനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും എന്നാൽ ഇറാന് കനത്ത ആഘാതം ഏൽപ്പിക്കാനും ഈ ഡ്രോണുകൾക്ക് കഴിയുമെന്ന് ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തങ്ങളെ തന്നെ ആക്രമിക്കുന്ന അമേരിക്കയുടെ നീക്കം ഇറാനിയൻ സൈന്യത്തെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ പ്രതിരോധത്തിന് ഒരുങ്ങുമ്പോഴും ആകാശത്ത് അദൃശ്യരായി പറക്കുന്ന ഈ അമേരിക്കൻ സ്കോർപിയോണുകളെ നേരിടുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ ആയുധങ്ങളുടെ മാറ്റൊലി മുഴങ്ങുമ്പോൾ സാങ്കേതിക വിദ്യയുടെ ഈ പോരാട്ടം വിജയിയെ നിശ്ചയിക്കുന്നതിൽ നിർണായകമാവും. ഇറാന്റെ ഷാഹദ് ഡ്രോണുകളേക്കാൾ കൃത്യതയും പ്രഹരശേഷിയുമുള്ള അമേരിക്കൻ പതിപ്പുകൾ പശ്ചിമേഷ്യൻ ആകാശത്ത് വട്ടമിടുന്നത് ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണിയാണെങ്കിലും സൈനികമായ മേൽക്കൈ ആരുടെ പക്ഷത്താണെന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അമേരിക്കൻ വിമാന ജീവനക്കാർക്ക് അപകടമില്ലാതെ തന്നെ ശത്രുവിന്റെ സ്ഥിരാകേന്ദ്രങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഈ പറക്കുന്ന ബോംബുകൾ വരും ദിവസങ്ങളിൽ ഇറാന്റെ മണ്ണിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൂട്ടുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യ കത്തിയെരിയുമ്പോൾ ടാസ്ക് ഫോഴ്സ് സ്കോർപിയോൺ എന്ന ഈ ഡ്രോൺ യൂണിറ്റ് അമേരിക്കയുടെ വജ്രായുധമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ തന്നെ ആയുധത്തെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ മെച്ചപ്പെടുത്തി തിരികെ പ്രയോഗിക്കുന്ന ഈ തന്ത്രം ഇറാന്റെ സൈനിക അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണെന്നാണ് അമേരിക്കൻ വാദികൾ വാദിക്കുന്നത്. റഡാറുകളുടെ കണ്ണുകെട്ടുന്ന മിസൈൽ തറകളെ തകർക്കുന്ന ഈ പറക്കുന്ന ബോംബുകൾക്ക് മുന്നിൽ ഇറാൻ എങ്ങനെ പ്രതിരോധം തീർക്കുമെന്ന് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നു. സമാധാനം അകലെയാണെങ്കിലും സാങ്കേതിക വിദ്യയുടെ ഈ പുതിയ മുഖം യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയെഴുതും. മുജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാൻ പുതിയൊരു പ്രതികാരത്തിനൊരുങ്ങുമ്പോൾ ആകാശത്ത് പതിയിരിക്കുന്ന ഈ അദൃശ്യഘാതകർ ഇനി എത്രത്തോളം വിനാശം വിതയ്ക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.